ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള കറിയാണ് റെഡിയാക്കുന്നത്. ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു കറി. ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത് കുറച്ചെടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലിട്ട് കുറച്ച് വേവിച്ചെടുക്കണം. അത് കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് വേവിക്കാൻ വയ്ക്കുക. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി. ചപ്പാത്തിക്ക് അപ്പം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. പിന്നെ ചോറിനോട് വേണമെങ്കിലും ഇത് കഴിക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചപ്പാത്തി, അപ്പം, ഇടിയപ്പം ഇങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങൾക്കൊക്കെ നമുക്ക് ഈ കറി ഉപയോഗിച്ച് കഴിക്കാം. സവാള, 2 തക്കാളി, 2-3 പച്ചമുളക്, കറിവേപ്പില, ഇത്രയും മതി. 2-3 ഐറ്റങ്ങളേ ഉള്ളൂ. ഈ ഐറ്റങ്ങൾ വെച്ച് നമുക്കൊരു ഉരുളക്കിഴങ്ങ് കറി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ എണ്ണ ഒഴിച്ച് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് നന്നായി വഴറ്റിയെടുക്കുന്ന അനുസരിച്ച് അതിന് ടേസ്റ്റ് കൂടും. അപ്പോൾ അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾ അത്യാവശ്യം ഭക്ഷണമൊക്കെ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്, പുറത്തുനിന്ന് അധികം കഴിക്കാറില്ല. അപ്പോൾ ഇതിന് വേണ്ടി തക്കാളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ദൂരെ എങ്ങാനും പോവുകയാണെങ്കിൽ മാത്രമേ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. ഹോട്ടൽ ആഹാരം വളരെ കുറവാണ്. എല്ലാം വീട്ടിൽ തന്നെ തയ്യാറാക്കിയാണ് കഴിക്കുന്നത്. നന്നായിട്ട് ഇത് വഴറ്റി നല്ല രീതിക്കൊന്നായതിന് ശേഷം മാത്രം മസാല ചേർക്കുക. അപ്പോൾ മസാല ഞാൻ മുളക് പൊടിയും ഇതൊന്നും ഞാൻ ചൂടാക്കിയിട്ടില്ല. അപ്പോൾ ഈ പാത്രത്തിൻ്റെ സൈഡിൽ തന്നെ വന്നിട്ട് നമുക്ക് ചൂടാക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ കാശ്മീരി മുളക് പൊടിയും സാദാ മുളകും കൂടി ചേർന്നുള്ളതാണ്. അതൊരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി അതിന് മല്ലിപ്പൊടിയും കൂടി ചേർത്ത്, അത്യാവശ്യം മല്ലിപ്പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടി, അതിന് വേണ്ടുന്ന പെരുംജീരകപ്പൊടി, അതായത് വലിയ ജീരകപ്പൊടി, അതും ചേർക്കണം. അല്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. അല്പം ഗരം മസാല ചേർക്കണം. വലിയ ജീരകവും ഗരം മസാലയും കൂടി അതിൽ ചേർക്കണം. ആ ഒരു നല്ലൊരു മണവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ഇത് വരും. അതായത് വലിയ പെരുംജീരകവും ഈ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ച് ഒന്ന് ചൂടായതിന് ശേഷം അതിലൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കും. ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിരിക്കുന്നതിൽ ഉള്ള വെള്ളം കളയണ്ട. ആ വെള്ളം കൂടി അത് ചൂടോടുകൂടി ഇതിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഉരുളക്കിഴങ്ങ് ഞാൻ അല്പം ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. അതുകൂടി ഇതിനകത്ത് ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഈ വെള്ളം തന്നെ പോരാതെ വരും. അപ്പോൾ നമ്മൾ അല്പം വെള്ളം കൂടി ചേർക്കുന്ന ഒരിത് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സെറ്റാകാനായിട്ട് അത് നന്നായി തിളപ്പിക്കണം.
ചില സമയത്തൊക്കെ നമ്മൾ മീൻ വാങ്ങിക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ചോറ് കഴിക്കണമെങ്കിൽ ഇങ്ങനൊരു കറി ഉണ്ടെങ്കിൽ ചോറ് നന്നായി കഴിക്കാൻ പറ്റും. കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതൊന്ന് നന്നായിട്ട് വേവിച്ച് നല്ല കുറുക്കിയെടുക്കണം. അല്പം ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പ് അവരവരുടെ ഇഷ്ടമനുസരിച്ച്, പലർക്കും പല രീതിക്കാണല്ലോ, പാകത്തിന് ഉപ്പിട്ടാൽ മതി. ഇപ്പോൾ ഒരുവിധം കറി സെറ്റായിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് വെച്ചു. രാവിലെ കഴിക്കാൻ വേണ്ടി ചപ്പാത്തി റെഡിയാക്കി. അപ്പം ചപ്പാത്തിക്ക് വേണ്ടിയുള്ള കറിയാണ് ഇത്. നേരത്തെ പറഞ്ഞതുപോലെ ഏത് പലഹാരത്തിൻ്റെ കൂടെ വേണമെങ്കിലും, ഒരുവിധം നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന പലഹാരത്തിന് ഈ ഒരു കറി നന്നായിരിക്കും. നിങ്ങളും നോക്കൂ, ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇതൊക്കെ ഒന്ന് റെഡിയാക്കണേ.